ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഓരോ ദിവസവും കർത്താവ് അത്ഭുതകരമായി നമ്മളെ നടത്തുന്നു. ഓരോ ദിവസവും നമ്മൾ നോക്കി കാണുന്നത് ഒരു വിസ്മയം പോലെയാണ്. കർത്താവ് ചെയ്ത നന്മകളൊക്കെ എത്ര സ്തുതിച്ചാലും, എത്ര മഹത്വപ്പെടുത്തിയാലും, എത്ര നന്ദി പറഞ്ഞാലും കർത്താവ് ചെയ്തത് ഒന്നും മറക്കാൻ സാധിക്കത്തില്ല. പലപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരത്ഭുതമാണ്. എത്ര വിസ്മയപൂർണമായിട്ടാണ് കർത്താവ് നടത്തിയത്. എല്ലാത്തിനുമായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന, സ്തുതിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഞാൻ ഉറപ്പോടെ പറയാം, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. താങ്ക് യു എന്നൊരു വാക്ക്, പ്രൈസ്. അവൻ ദൈവവചനം പറയുകയാണ്, അവൻ സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവാണ്. പ്രൈസ്. ഓൾ ഗ്ലോറി ബിലോങ്സ് ടു ഹിം. എല്ലാ മഹത്വവും കർത്താവിനാണ്. ആ സ്തുതിക്കുകയും വാഴ്ത്തുകയും കർത്താവിന് മഹത്വം കൊടുക്കുന്നവർ ഒന്നിനും ബുദ്ധിമുട്ട് വരത്തില്ല. അവരുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളിലും പ്രതിസന്ധിയിലും ഒക്കെ കടന്നു പോകുമ്പോഴും അവർ പോലും വിസ്മയിച്ച് നോക്കുന്ന പോലെയുള്ള ചില വഴികൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണാം. ചില ഫേവേഴ്സ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് കാണാം. ചില വ്യക്തികൾ അവരുടെ കൂടെ, അവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവരുടെ കൂടെ ഇറങ്ങി നിൽക്കുന്നത് അവരുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. പ്ലീസ്, ആ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും, ഇന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും അവരുടെ ജീവിതത്തിൽ കുറവ് വരത്തില്ല. They will always overflow. അവർക്ക് അബണ്ടൻസ് ആയിരിക്കും, അവർക്ക് നിറവിന്മേൽ നിറവായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നത്. They will lack nothing in their life. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ആ കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കി, ഞാൻ പറയും മാത്രം നോക്കി. വേറെ നമ്മൾ പലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലതൊക്കെ റിസർവ് ചെയ്ത് വെക്കും, അല്ലേ? ചില കാര്യം, ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ ഓർത്ത് നമ്മൾ മാറ്റി ചില കാര്യങ്ങളൊക്കെ വെക്കും, അല്ലേ? പ്ലീസ് നോക്ക്, നമ്മൾ മാറ്റി വെച്ച പല കാര്യങ്ങളും ഉപകരിക്കാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പ്ലീസ്, എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. പ്ലീസ്, അവരൊന്നും മാറ്റി വെച്ചിട്ടില്ലെങ്കിലും സമയമാകുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കണം. അത്ഭുതകരം. നമ്മൾ വിസ്മയത്തോടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഇതെങ്ങനെ നടന്നു, ഇതെങ്ങനെ എനിക്ക് സാധിച്ചു, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ പോലും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്നത് പോലെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹം അനുഭവിക്കാൻ, ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നടക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അനുഗ്രഹം ജീവിതത്തിൽ ഇല്ലേ എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തെ പറ്റി, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അനുഗ്രഹം വരാത്തത്? കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. കർത്താവ് അനുഗ്രഹിക്കാം, ഉയർത്താം. നിങ്ങൾ വാലല്ല തലയായി തീരുമെന്ന് ഈ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളായി തീരും. കർത്താവിന്റെ വാക്കിന് ഒരു മാറ്റവും വരത്തില്ല. പക്ഷെ എന്തെങ്കിലും അനുഗ്രഹം അനുഭവിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ, ഇനി ഇത് നടക്കത്തില്ല, ഇനി ഇതെങ്ങനെ നടക്കും എന്നുള്ള അവിശ്വാസവും പിറുപിറുപ്പും മത്സരബുദ്ധിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അതെല്ലാം ഒന്ന് മാറ്റി ആ കർത്താവിന്റെ വചനത്തിലൊന്ന് ആശ്രയിച്ച്, വചനം തന്നെ ശരണപ്പെട്ട് ആ കർത്താവിലൊന്ന് ആശ്രയിച്ച് ഒന്ന് മുമ്പോട്ട് പോയേ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? എപ്പോഴും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ചെയ്തു, അവര് തന്നില്ല, അവര് നോക്കിയില്ല, അവര് സഹായിച്ചില്ല, ആ ചർച്ചിൽ പോയിട്ട് അവര് നോക്കുന്നില്ല, അവര് പ്രാർത്ഥിക്കാൻ വരുന്നില്ല, ഇങ്ങനെ ഓരോ ഇത് പറയുമ്പോൾ എനിക്കറിയാം, ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അവര് അത് ചെയ്യുന്നതുകൊണ്ടാണ്, അവര് ചെയ്യാത്തത് അവരുടെ കയ്യിൽ ഒത്തിരി രൂപയുണ്ട്, എനിക്ക് തരുന്നില്ല. അവരുടെ വിഷയങ്ങൾ അവർക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്കറിയത്തില്ല. ഈ മനുഷ്യരിലോട്ട്, നമ്മുടെ ഒരു ആവശ്യത്തിന് മുമ്പിൽ നമ്മൾ മനുഷ്യരിലോട്ട് നോക്കരുത്.
കർത്താവിലോട്ട് നോക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളുടെ മുട്ട് മടക്കിയാൽ എൻ്റെ കർത്താവിനെ നിങ്ങൾക്ക് തരാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഗോഡ് ക്യാൻ ഗിവ് എനിത്തിങ്, ഗോഡ് ക്യാൻ സപ്ലൈ യു എവറിത്തിങ്. നിങ്ങളുടെ നീഡ്സ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എൻ്റെ കർത്താവിന് ചെയ്യാൻ സാധിക്കും. എന്റെ സഹോദരങ്ങൾ എന്നെ സഹായിക്കുന്നില്ല, എന്റെ ചേട്ടത്തി എന്നെ നോക്കുന്നില്ല, എന്റെ അമ്മാച്ചൻ എനിക്ക് തരുന്നില്ല, അവരൊക്കെ തന്നിരുന്നെങ്കിൽ ഇല്ലെന്നേ. മനുഷ്യൻ തന്നാൽ അത് തീർന്നു പോകും. സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നാൽ ഒരിക്കലും നിലയ്ക്കാത്ത, അല്ലേ, ഒഴുകി വരുന്ന. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും എന്റെ മേലിടാനാ പറഞ്ഞു. ഈ ലോകത്തിൽ ആരെങ്കിലും പറയുമോ നമ്മുടെ മക്കളുടെ ഭാരം പോലും നമ്മൾ പിടിക്കത്തില്ല, അല്ലേ? നമ്മുടെ മാതാപിതാക്കളുടെ ഭാരം നമ്മൾ പിടിക്കുവോ? ഇല്ല. ഓ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. എനിക്ക് ആവശ്യത്തിനുണ്ട്, എനിക്ക് നീ നിന്റെ കാര്യം നീ നോക്കിക്കോ. അതുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കാം. അല്ലെങ്കിൽ അവരെല്ലാം അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കുക. എന്റെ ജീവിതത്തിൽ മാത്രം സന്തോഷമില്ല. എന്താ സന്തോഷമില്ലാത്ത? നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. അതെന്നാന്നറിയോ ഷീന, ഇവര് നോക്കുന്ന അവരുടെ ജീവിതത്തിലോട്ടാണ് നോക്കുന്നത്. കർത്താവിലോട്ട് നോക്കേണ്ടതിന് പകരം അവരുടെ ജീവിതത്തിലോട്ട്, കർത്താവിലോട്ട് നോക്കിക്കേ. നിങ്ങളുടെ ഏത് സന്തോഷമില്ലാത്ത സാഹചര്യമാണെങ്കിലും അതിനെ സന്തോഷപൂർണമാക്കി തീർക്കാൻ, അതിന്റെ അകത്ത് സമാധാനം തരാൻ എന്റെ കർത്താവിന് പറ്റും. അവരെ നോക്കി നിങ്ങൾ വെറി ചെയ്യാണ്. അവരെ നോക്കാനല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ യേശുവിനെ നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവിനെ നോക്കിക്കോ, ഒന്നിനും ജീവിതത്തിൽ. എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി, അവിടെ എല്ലാം നമ്മുടെ മുഖമായിരുന്നു കർത്താവിന്റെ മുമ്പിൽ നിന്നിരുന്നത്. നമ്മൾ കഷ്ടപ്പെടാതിരിക്കാൻ, നമ്മൾ നിലവിളിക്കാതിരിക്കാൻ, നമ്മൾ താഴ്ച പ്രാപിക്കാതിരിക്കാൻ എല്ലാം കർത്താവ് ആ ക്രൂശിന്മേലെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ആ വിശ്വാസമെല്ലാം മാറ്റി വിശ്വസിച്ച് ആ കർത്താവിലോട്ട് നോക്കി, അയൽവക്കംകാരെയോ സഹോദരങ്ങളെയോ മാതാപിതാക്കളെയോ ഒന്നും നോക്കണ്ടെന്നേ, കർത്താവിലേക്ക് മാത്രം ഒന്ന് നോക്കി കർത്താവിൽ തന്നെ ആശ്രയം വെച്ച് മറ്റുള്ളവരുടെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. അവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ, അതല്ലേ നമുക്ക് അനുഗ്രഹം. അവരുടെ അസമാധാനം നമ്മൾ കേൾക്കണ്ടല്ലോ, നമ്മുടേത് തന്നെ നമ്മൾക്ക് കേൾക്കാൻ ഒത്തിരി ഉണ്ട്, നമ്മൾക്ക് ചിന്തിക്കാനുണ്ട്. ഇനി മറ്റുള്ളവരും കൂടെ വിഷമിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം വരെ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ മറ്റുള്ളവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഞാനും ജീവിക്കും, എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഉള്ളതിലൊന്ന് സന്തോഷിച്ച് ആ അവിശ്വാസമെല്ലാം ഒന്ന് മാറ്റിവെച്ച് ആ മത്സര ബുദ്ധികള്, ആ അസൂയയും ആ പിണക്കവും ആ വേണ്ടാത്തതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ കുറ്റം മറ്റൊരാളോട് പറയുക, അവരങ്ങനെയാ അവരിങ്ങനെയാ അവര് കാരണം എനിക്ക് മുൻപോട്ട് വരാൻ പോകും. ഇല്ലെന്നേ, നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. നിങ്ങളാ നിങ്ങളെ ഭരിക്കേണ്ടിയത്, മറ്റുള്ളവരല്ല. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്തും ചെയ്തോട്ടെ, പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഉന്നത നിലയിൽ നിങ്ങളുടെ തലമുറകളെ കർത്താവാക്കും. ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിലും എത്രയോ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളിലും എത്രയോ പ്രാർത്ഥിച്ച വിഷയങ്ങളിലും കർത്താവ് അത്ഭുതകരമായി ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്ത് തന്നില്ലേ, അതെല്ലാം നമ്മളങ്ങ് മറക്കും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ. അങ്ങനെയല്ല, ആ ചെയ്ത് തന്ന 90 കാര്യം ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞ് ഇനി ചെയ്യാനുള്ള 10 കാര്യങ്ങൾ അവിടെ കിടക്കട്ടെന്നേ, അതിലും കർത്താവ് അതെല്ലാം ആഡ് ചെയ്യും. സമയമാകുമ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായി ചേർത്ത് വരും. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഈ ഷിന എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേ, ഈ അവിടെ ഇവിടെയും പോയിരുന്ന് നിങ്ങൾ കുറ്റം പറയരുത്. ഈ പലരും അങ്ങനെ ഒരു സ്വഭാവക്കാരാണ്. അവരുടെ കുറ്റം ഇവരോട് പറയുന്നു, ഇവരുടെ കുറ്റം അവരോട് പറയുന്നു. നിങ്ങളൊരു കാര്യം ഓർത്തോണം, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഒന്നിൽ ഫോണിലായിരിക്കും, ആ ഫോൺ വെച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വിസിറ്റ് ചെയ്യുമ്പോഴായിരിക്കും പോയി പറയുന്നത്. ആ വിസിറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം അവർ പറയുന്നത് നിങ്ങളുടെ കാര്യമായിരിക്കും. ആ വീട്ടുകാര് ആദ്യം പറയുന്നത് നോക്കിയേ, അവർക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ. അങ്ങനെ നിങ്ങൾ എന്നെ അങ്ങനെ ചിന്തിക്കാത്ത, അങ്ങനെ നമ്മൾ ആരെയും കുറ്റം വിധിക്കേണ്ട. ആരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും കേവസ് ഉണ്ടെങ്കിൽ, ആ ഹൃദയത്തിൽ ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ അത് കർത്താവിനോട്, കർത്താവ് പറഞ്ഞ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ആ കർത്താവിൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. ആ ഭാരമാണേലും നിരാശയാണേലും ആവരുത്. ചിലർ നമ്മളെ വേദനിപ്പിച്ചവർ കാണും, നിശ്ചയമായിട്ടും വേദനിപ്പിച്ചവർ കാണും. ആ വേദന പ്രൈസ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാതെ ആ കർത്താവിനോട് പറഞ്ഞ്
പ്രൈസ് അത് നിങ്ങൾ നോക്കിക്കോണം. നിങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. മറ്റുള്ളവരുടെ മുമ്പിൽ, നിങ്ങളെ ലജ്ജിപ്പിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്താൻ കഴിയുന്ന നല്ലൊരു കർത്താവുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ പരിഹാസമായി പോകത്തില്ല. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ തല ഉയർന്നു തന്നെ ഇരിക്കും, നിങ്ങളുടെ കൊമ്പ് ഉയർന്നു തന്നെ ഇരിക്കും. നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് മാനിച്ച്, നിശ്ചയമായിട്ട് ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങളെ മാനിച്ച് കർത്താവ് ഉയർത്തും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം നമ്മൾ വേഗത്തിൽ നോക്കാൻ പോവുക. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അത് മതി, അത്രയും മതി. വിശ്വസിച്ചവരായ നാമല്ലോ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ്. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വചനം, ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ബിലീവിംഗ് എന്ന് പറയുന്ന വാക്ക് ദാറ്റ് ഗിവ്സ് യു റെസ്റ്റ്. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പിനെക്കാട്ടി വലുതാണ്. നമുക്ക് ഉറങ്ങാം. കഴിഞ്ഞ രാത്രി ഉറങ്ങി, പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ എനിക്കങ്ങ് ക്ഷീണമാണ്. എന്ത് കിട്ടിയില്ല? എനിക്ക് റെസ്റ്റ് കിട്ടിയില്ല. ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശ്വസിച്ച നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. നിങ്ങൾ കർത്താവിൽ ട്രസ്റ്റിംഗ് ഇൻ ഹിം, ബിലീവിംഗ് ഇൻ ഹിം, വാക്കിംഗ് വിത്ത് ഹിം, ബിലീവിംഗ് ഇൻ ദ പ്രോമിസ് ഓഫ് ഗോഡ്. കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന. നമ്മൾ ഇതിന്റെ മുമ്പിലത്തെ 2 വാക്യങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരികയാൽ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സൽവർത്താനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നു. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുന്നവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. ഞാൻ ഇന്ന് വ്യക്തമായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, ദ ഗേറ്റ് ഇസ് ഓപ്പൺ. വാതിൽ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി കിടക്കുകയാണ്. ആ റെസ്റ്റിന്റെ ഗേറ്റ്. പലർക്കും പ്രൈസ് നോക്ക്, കർത്താവിന്റെ അടുത്ത് വാ, ഒരു മീറ്റിംഗ് വാ, കർത്താവ് സഹായിക്കും. പലർക്കും നമ്മളൊരു വാഗ്ദത്തം ഇല്ല ബ്രദറെ, ഈ വിഷയത്തിന്റെ അകത്ത് കർത്താവ് തള്ളിക്കളയത്തില്ല. നമുക്ക് അവന്റെ വചനത്തിൽ അവൻ പറഞ്ഞിട്ടുണ്ട്, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം പ്രൈസ് അവർക്ക് ആ ആശ്വാസവാക്കല്ല വേണ്ടത്. പകരം ആ വിഷയത്തിന്റെ അകത്ത് പ്രൈസിലോ അതിൻ്റെ അകത്ത് ഇച്ചിരി പൈസ തന്ന് സഹായിച്ചിരുന്നെങ്കിൽ. നോക്ക്, എന്റെ കർത്താവിന് ചെയ്യാൻ മേലാത്തത് ഒന്നുമില്ല. പ്രൈസ് ഇവിടെ പറയുകയാണ്, വിശ്വസിച്ച നാമാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എൻട്രി ഗേറ്റ്. അല്ലെങ്കിൽ പ്രൈസ് ഒരു വിഷയത്തിന്റെ അകത്ത് ദൈവം തുറക്കാൻ പോകുന്ന ആ വാതിലാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിച്ചിട്ടുണ്ടോ ലഭിക്കാത്തതായിട്ടോ ഒന്നുമില്ല. പ്രൈസ് നോക്ക്, കർത്താവിന്റെ അടുത്ത് വന്ന അനേകർ നോക്ക്, വിശ്വാസത്തിൽ ആ ശതാധിപൻ വന്നത്, ആ സുറോഫോനിക്കാരി സ്ത്രീ വന്നത്, പ്രൈസ് കർത്താവ് അവരോടൊക്കെ പറയുന്നത്, ഇതുപോലെയുള്ള വിശ്വാസം ഞാൻ ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് കർത്താവിനെ മൂവ് ചെയ്യാൻ സാധിക്കും. വിശ്വസിച്ചിട്ടുണ്ടോ നിങ്ങൾ സുഖമായിട്ട്. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലേ? എവിടെയോ അവിശ്വാസം ക്രീപ്പിംഗ് ചെയ്തു. എവിടെയോ എന്തായി തീരും, എനിക്ക് ആരില്ലല്ലോ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ, ഈ ഒരാൾ ഉണ്ടെന്നേ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ആള് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് 2-3 പേര് എവിടെ കൂടിയാലും അതിന്റെ മധ്യത്തിൽ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ കർത്താവിന്റെ കരം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മത്തായി സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഒരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവർക്ക്. ഒന്ന് വായിക്കാം ഷീന, 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് മലയാളത്തിൽ പറയുമ്പം ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക. ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. യേശു പറയാണ്, നിങ്ങൾ എന്റെ അടുക്കൽ വാ, എന്റെ അടുത്തോട്ട് നിങ്ങൾ വാ. ആ നിങ്ങളുടെ പ്രതിസന്ധിയും പ്രയാസങ്ങളെ കുറിച്ച്, ആ വേദനയിൽ ചിലർ പറയും, ഓ
ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ ചർച്ചിൽ പോകുന്നുണ്ടെന്ന് അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ യു ആർ എലോൺ കേട്ടോ. ചർച്ചിൽ ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ തനിയാണ്, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല. പ്രീസ് നോക്ക്, ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ എലോൺ ആണ്, നിങ്ങൾ തനിയാണ്. പ്രീസ് നമുക്ക് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഡ്രോ നിയർ ടു മീ, എന്റെ അടുത്തോട്ട് വാ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. പ്രീസ് ഇവിടെ പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എന്റെ അടുക്കൽ. നമ്മൾ പല സ്ഥലത്തും പല ആൾക്കാരോട് നമ്മൾ സഹായമൊക്കെ ചോദിച്ചു കാണും, പല വാതിലുകളിലും നമ്മൾ മുട്ടിക്കാണും, നമ്മൾ പല ഹയർ ഓഫീസിലും ഒഫീഷ്യൽസിന്റെ അടുത്ത് പോയി കാണും. എന്നാൽ പ്രീസ് അവിടെ ഒന്നും കിട്ടാത്തത് നോക്ക്, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രീസ് നോക്ക്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് പ്രാപിക്കാൻ നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാനുള്ള മനസ്സില്ല. നോക്ക്, ആ കർത്താവിന്റെ അടുത്തോട്ട് നിങ്ങൾ ഓടിച്ചെന്നു. ഞാൻ ഉറപ്പോടെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വന്നില്ല. പലയിടത്തും പോയി കാണും, പല വാതിലുകളിലും മുട്ടിക്കാണും, പലരോടും നിങ്ങൾ ചോദിച്ചു കാണും, അവര് സഹായിക്കും. ചിലരൊക്കെ പറയുന്നത്, ഞാൻ പള്ളി പോകുന്നുണ്ട്. നിങ്ങൾ പള്ളി പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ കൂട്ടായ്മ പോകുന്നുണ്ടായിരിക്കും. ഞാൻ പറയും, നിങ്ങൾ യു ആർ എലോൺ. നിങ്ങൾ യേശുവിന്റെ അടുത്ത് പോകുന്നുണ്ടോ, നിങ്ങൾ തനിച്ചല്ല. യേശുവിന്റെ അടുത്താണോ നിങ്ങൾ ചെല്ലുന്നത്, നിങ്ങൾ തനിച്ചല്ല. ചർച്ചിലാണ് പോകുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തനിച്ചാകാൻ സാധ്യതയുണ്ട്. യേശുവിന്റെ അടുത്താണെങ്കിൽ പ്ലീസ്, ഹി വിൽ ബി ഓൾവേസ് ദർ. കർത്താവ് എന്നോട് നിങ്ങളോട് പറഞ്ഞ വാക്കാണ്, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ നോക്ക്, വിശ്വസിച്ച നാം അല്ലയോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്. ഞാൻ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന, അതുപോലെ തന്നെ ഐ എം സറണ്ടറിങ് ടു ഹിം. ഞാൻ കർത്താവിൽ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ അവന്റെ വചനത്തിൽ കീഴ്പ്പെടുകയാണ്, അവന്റെ വചനം ഞാൻ അനുസരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ്, ആ വചനത്തിൽ തന്നെ ഞാൻ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നതാണ് കർത്താവിൽ കീഴ്പ്പെടുന്നത്. അതിന്റെ പേരാണ്, ഈ വചനത്തിന് കീഴ്പ്പെടുക എന്ന് പറയുന്നതിന്റെ പേരാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിച്ച നാം ആണ് അവന്റെ സ്വസ്ഥതയിൽ നിശ്ചയമായിട്ടും പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിനും കുറവ് വരത്തില്ല. നോക്ക്, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം മാറുന്നത്, നമ്മുടെ ഗിൽറ്റ് മാറും. എനിക്കൊരു കുറവുണ്ട്. നമ്മൾ ആദ്യം, എനിക്കറിയാം, ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സംഗതി, നോക്ക്, ഐ എം പെർഫെക്റ്റ്, ഞാൻ കുറവില്ലാത്തവനാണ്. ഇനി ഞാൻ പലപ്പോഴും നമ്മൾ പാപഭാരത, അയ്യോ അങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞു, അതൊന്നും ശരിയായിട്ടല്ല ഞാൻ ജീവിച്ചത്. ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഗിൽറ്റി ഫീലിംഗ് ആണ് ഒരാൾ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യം മാറുന്നത്. ആ ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ ഭയമുണ്ടല്ലോ, എല്ലാ ഭയവും നമ്മളെ വിട്ടുമാറാൻ തുടങ്ങും. കാരണം എന്നാ, നമുക്ക് ഭയം, നമ്മുടെ കൂടെ ഒരാൾ ഉണ്ട് എന്ന്. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. സെക്യൂരിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഒന്നിനും ഭയപ്പെടാനില്ല. ആർക്കും നിങ്ങളെ തൊടാൻ പോലും, നിങ്ങളുടെ അടുത്ത് വരാൻ പോലും സാധിക്കത്തില്ല. ഈ ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വ്യക്തിയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ആ സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായിരിക്കുന്ന ഒരു വലിയ കർത്താവിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ദ ഫിയർ വിൽ ലൂസ് യു. ഭയം നിങ്ങളെ വിട്ടിട്ട് മാറാൻ തുടങ്ങും. ആ ഭയത്തിന് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. പിന്നെ ഞാൻ എന്റെ അധ്വാനം, എന്റെ മിടുക്ക്, എന്റെ കഴിവ്, ഞാൻ തങ്കുറന്റെ ഭാഷ, ഞാൻ ഒറ്റക്കാലം എന്റെ കഴിവും എന്റെ അധ്വാനവും എന്റെ മിടുക്കും എല്ലാം അവിടെ അസ്തമിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് കർത്താവിൽ തന്നെ ആശ്രയിച്ച്, ദൈവവചനം പറയാ, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന. ഒരിക്കൽ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നോക്ക്, ആ മലമേൽ കർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഫിലിപ്പിനെ കർത്താവ് വിളിക്കുന്ന ഒരു കാര്യം, ഫിലിപ്പോസിനെ വിളിച്ചിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് ഭക്ഷിക്കാൻ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കും? കർത്താവ് എന്നാ ചോദിച്ചേ, ഇവർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന്? ഫിലിപ്പോസ് പറഞ്ഞ മറുപടി എന്നാന്നറിയോ? നമ്മുടെ കയ്യിൽ 200 കാശേ ഉള്ളൂ. നിന്റെ കൈ പൈസ ഉണ്ടോ എന്നല്ല ചോദിച്ചേ, ഇവർക്ക് എങ്ങനെ ഭക്ഷിക്കാൻ കൊടുക്കും? ഒറ്റ കാര്യം ഫിലിപ്പോസ് പറഞ്ഞാൽ മതി, നീ ഉണ്ടല്ലോ. ഞങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച് വെറി ചെയ്യുന്ന? നീ ഉണ്ടല്ലോ.
ഉടനെ നോക്ക്, എന്റെ 200 ഉള്ളെന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ കഴിവായി, എന്റെ മിടുക്കായി. പക്ഷേ നീ ഉണ്ടല്ലോ എന്ന് പറയുമ്പം നമ്മുടെ ആശ്രയം അങ്ങ് മാറുക. ഫിലിപ്പോസിനെ അവിടെ എഴുതിയിരിക്കുന്ന പരീക്ഷിച്ച് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം. എന്നാ ഫിലിപ്പോസിന്റെ മറുപടി ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, നീ ഉണ്ടല്ലോ കർത്താവ്, ഞങ്ങൾ എന്തിനാ ഇതിനെക്കുറിച്ച്, നീയാണ് ഞങ്ങളെ വിളിച്ചത്, എന്റെ പിന്നാലെ വരാൻ പറഞ്ഞത് നീയാണ്, വലയും വള്ളവും ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു, വിളിച്ചയാള് നടത്താൻ മതിയായവരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എത്രയോ അത്ഭുതങ്ങൾ കണ്ടു, പിന്നെ ഇന്ന് ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ വെറി ചെയ്യേണ്ട കാര്യമുണ്ടോ? അവരവരുടെ വിഷയമായിട്ട് അതാ, നമ്മുടെ കയ്യിൽ 200 ഉള്ളൂ, എന്നാ ചെയ്യും? ഇവർക്ക് തികയത്തില്ല. ഇവരെല്ലാം ഊരുകളി പറഞ്ഞു വേണം, അല്ലെങ്കിൽ ഇവർ ബസ്സെന്ന് വഴി വീഴും. അവരുടെ പല സാഹചര്യങ്ങൾ നോക്ക്. ഞാൻ കർത്താവിന്റെ സന്നിധി വരുമ്പം യു ഡോണ്ട് ഹാവ് ടു വെറി എനിത്തിങ്. ദൈവവചനം പറയുകയാണ്, വിശ്വസിക്കുന്ന നാം ആണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഇസ്രയേൽ ജനം നോക്ക്, ഇസ്രയേൽ ജനം അവർ ഈജിപ്തിൽ വിട്ടു, ഒത്തിരി വാഗ്ദത്തങ്ങൾ അവർക്ക് കർത്താവ് കൊടുത്തതാണ്. എന്നാൽ അവരുടെ അവിശ്വാസം നിമിത്തം അനേകർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ അൺബിലീഫ്. അവര് പൊറുപുറത്തു. അവർക്ക് മന്ന കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് കാടപ്പക്ഷിയെ വേണമെന്ന് പറഞ്ഞു, അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു. നോക്ക്, ഇറച്ചി കൊടുത്തപ്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. അവർക്ക് ഇല്ലാത്തതിനെ ഓർത്ത്, ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇല്ലാത്തതിനെ ഓർത്ത് നിങ്ങൾ വെറി ചെയ്യരുത്, ഉള്ളതിനെ ഓർത്തൊക്കെ ഒന്ന് നന്ദി പറഞ്ഞേ. പ്ലീസ് ഒന്ന് കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യും. യു ഹാവ് ടു ജസ്റ്റ് ബിലീവ്. ആ കർത്താവ് നടത്തും, കർത്താവ് എന്റെ കൂടെ ഉണ്ട്, ഒരിക്കലും എന്നെ തള്ളിക്കളയത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നോക്കാം, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയാൽ ഭയപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ ചുരുക്കം, ചില ഏറിയ മാത്രമേ, ഈ 1-2 ഭാഗമേ ഉള്ളൂ നിങ്ങൾ ഭയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാണ് പ്ലീസ് ആ ശേഷിച്ചിരിക്കെ അത് ആർക്കെങ്കിലും ലഭിക്കാതെ പോവുകയാൽ നിങ്ങൾ ഭയപ്പെടണം. ഇത് ഓപ്പൺ ആണ്. ദിസ് ഇസ് ഓപ്പൺ ടു എവരി വൺ. പ്ലീസ് ഒന്ന് വിശ്വസിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് എന്റെ കർത്താവ് നിങ്ങളുടെ മടിയിൽ കുടഞ്ഞിടും. ഒന്നിനും 11-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ പറയാം, നാം സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നാം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് എന്നാ, ജസ്റ്റ് ഹാവ് ടു റെസ്റ്റ് ഇൻ ഹിം. ആ വിശ്വസിച്ചാൽ മതി. കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ, ആ പ്രോമിസ് നടക്കും. വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തുവിൽ ആമീനാണ്. അത് കർത്താവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ എബ്രായ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തെ ദൈവം നടത്തിയത് അവരുടെ അവർക്ക് അവരുടെ മെറിറ്റ്സ് ഒറ്റ മെറിറ്റേ ഉള്ളൂ, ഇത് കർത്താവ് അവരുടെ കൂടെ ഇരുന്നു. നോക്ക, അവരുടെ ഡിമെറിറ്റ്സ് ഒത്തിരി പറയും. അവര് വിശ്വസിച്ചില്ല, അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു. പക്ഷേ എനിക്കും നിങ്ങൾക്കും ദിസ് ഇസ് ഓപ്പൺ ഫോർ അസ്. ദ ഗേറ്റ് ഇസ് ഓൾവേസ് ഓപ്പൺ ഫോർ അസ്. നോക്ക്, കർത്താവ് ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് മുട്ടുവാണ്. അതൊന്ന് തുറന്നു കൊടുത്താൽ പലർക്കും അത് തുറന്നു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പലർക്കും യേശുവിന്റെ അടുത്തോട്ടൊന്ന് വാ, ഒരു മീറ്റിങ്ങിനൊന്ന് വാ എന്ന് പറയുമ്പം പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ ആ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്, പക്ഷേ കൊണ്ടുവന്നത് കർത്താവാണ്. ഹി ഇൻവൈറ്റഡ് us. ആ ഇൻവിറ്റേഷൻ ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വാല്യുബിൾ ആയിട്ട് ഒരാൾ വിളിച്ചില്ല. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഒത്തിരി പേരുണ്ട്. ഒരു പാസ്റ്റർ എല്ലാ ആഴ്ചയിലും വന്ന് പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച ദിവസവും വന്ന് ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് 1.5 വർഷം വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുകയും ഞങ്ങളുടെ അവിടെ നിന്ന് നടന്നു പോയ ദൂരത്തില് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടെ ഒന്നും കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കസിൻസ് പെന്തിക്കോസ്റ്റിലുള്ളവരുണ്ടായിരുന്നു. അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ എങ്ങും പോകാനൊരിത് തോന്നിയില്ല. പക്ഷെ സ്വർഗീയ വിരുന്നിലേക്ക് വിളിച്ചപ്പോ
കർത്താവിന്റെ ഓൺ ടൈമാണ്, കർത്താവിന്റെ തക്ക സമയമായപ്പം കർത്താവ് എപ്പോഴും നമ്മൾ പറയല്ലേ, കർത്താവിന് ഒരു ടൈമുണ്ട്. ദർ ഇസ് എ ടൈം ഫോർ എവരിത്തിങ്. എക്ലിയാസ്റ്റിക്സിൽ നമ്മൾ പറയുന്ന പോലെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ്. പലരും പ്രാർത്ഥിച്ച്, പലരും വിളിച്ചു, പലരും മുട്ടയിലിരുന്നു. നമ്മൾ ഇന്ന് പലപ്പോഴും കർത്താവിലൊക്കെ നിൽക്കുമ്പം അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ കണ്ണുനീരും അനേകർ രാത്രി പകലാക്കി അവരെ പ്രാർത്ഥിച്ചു, അനേകർ ഉറങ്ങാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ഇരുന്നപ്പം ചിലരൊക്കെ പായാലിരിക്കുമായിരുന്നു നമുക്ക് വേണ്ടി. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ നമുക്ക് ആരൊക്കെ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നെന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരിക്കും, പക്ഷേ അതെല്ലാം അക്കൗണ്ടഡ്, സ്വർഗത്തിൽ അക്കൗണ്ടഡ് ആയിരുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടു. സമയമായപ്പം കർത്താവ് വാതിൽ തുറന്നു. സമയമായപ്പം കർത്താവ് ഹൃദയം തുറന്നു. പിതാവ് ആകർഷിക്കാതെ ഒരാൾക്ക് പോലും പുത്രന്റെ സന്നിധിയിൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരോട് പറയാം. എനിക്ക് ഒരാളോട് പറയാൻ സാധിക്കും. ഞാൻ പറയുമ്പോൾ അവരുടെ ഹൃദയം തുറക്കുന്നത് കർത്താവാണ്. യേശു ഒരാളുടെ ഹൃദയം തുറന്നാൽ ഈ ലോകത്തിൽ ആര് വിചാരിച്ചാലും അടയ്ക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വചനത്തിലോട്ട് വരികയാണ്. വിശ്വസിച്ച നാമാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ഇന്നും പ്രൈസ് ഇത് ഓപ്പൺ, ദ ഗേറ്റ് ഈസ് ഓപ്പൺ ഫോർ 800 കോടി ജനത്തിനും ഈ ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഇസ്രായേൽ ജനം അനേകർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചു. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർക്ക് പ്രോമിസിലോട്ടാണ് അവർ പുറപ്പെട്ടത്. പക്ഷെ അവരുടെയൊക്കെ വാഗ്ദത്ത ദേശത്ത് അവർക്ക് എത്താൻ സാധിച്ചില്ല. ഓൺലി ബിക്കോസ് ഓഫ് ദർ അൺബിലീവ്. അവരുടെ പെറുവെറുപ്പ്, പ്രൈസ് അവരുടെ പരാതി, പ്രൈസ് നോക്ക്, അവര് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒന്ന് കിട്ടുമ്പം വേറൊന്ന് അവർ ചോദിക്കുകയാണ്. അങ്ങനെ അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. They didn't believe God. പ്രൈസ് അവര് ദൈവമായിട്ട് വാസ്തവത്തിൽ മുമ്പിൽ കണ്ടിരുന്ന മോശയാണ്. മോശ ഹി വാസ് ലീഡിങ് ദം, അല്ലേ? പ്രൈസ് ആ ലീഡറോടുള്ള പെറുവെറുപ്പ്. ആരോടെ പറയുകയാണ്? നിങ്ങളെ നടത്തുന്നവരോട് നിങ്ങൾ പെറുവെറുക്കരുത്. നടത്തുന്നവർ എന്നാ പറഞ്ഞാലും ഓക്കെ, പ്രൈസ് ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. പ്രൈസ് ചിലപ്പോൾ അവർ പറഞ്ഞത് തെറ്റായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. പോയി ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ വിളിക്കും, സൗര ആ പറഞ്ഞത് ദാദാ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് പ്രൈസ് ഗോഡ് വിൽ ഇന്ററാക്ട് വിത്ത് ദം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ആ ദൈവം അവരോട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും. പ്രൈസ് ചിലപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞ കാര്യമായിരിക്കും ശരി, പക്ഷെ അവര് നിങ്ങളോട് ഡിനൈ ചെയ്ത് കാണും. പക്ഷേ ആ ഡിനയൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഡോർ അല്ല. നിങ്ങൾക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആരോട് പറഞ്ഞാൽ മതി? അത് കർത്താവിനോട് പറഞ്ഞാൽ മതി. ഗോഡ് വിൽ ഇന്ററാക്ട് വിത്ത് ദം. ദ ഹോളി സ്പിരിറ്റ് വിൽ റിവീൽ ഇറ്റ് ടു ദം. അവരോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ ക്ലോസ് ചെയ്യാം. പ്രൈസ് ഇന്നും അനേക ആൾക്കാർക്ക് പ്രൈസ് അവർക്കറിയാം ഗോഡ് ഈസ് അലൈവ്, കർത്താവ് ജീവനോടെ ഉണ്ട്. പക്ഷേ അനേകർ ഇന്നും they live in anxiety, they live in guilt, they are not able to trust in him. ആ കർത്താവിൽ ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാം, ട്രസ്റ്റ് ഇൻ ഹിം, ബിലീവ് ഇൻ ഹിം. വിശ്വസിച്ച നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് എല്ലാ കാര്യത്തിലും ഞാൻ പറയാം, നിങ്ങളുടെ ആരോഗ്യത്തിൽ സ്വസ്ഥത കിട്ടും, നിങ്ങളുടെ ഭൗതിക രംഗത്ത് സ്വസ്ഥത കിട്ടും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം സ്വസ്ഥത തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പീസ്. നമുക്ക് കർത്താവ് നടത്തുന്ന എക്സ്ക്ലൂസീവ് സ്റ്റോറാണ് സ്റ്റോർ ഓഫ് പീസ്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും. അപ്പൊ കർത്താവ് ഈ റൺസ് ദ സ്റ്റോർ, അല്ലെ? ആ പീസ് സ്റ്റോർ ആണ് കർത്താവ് നടത്തുന്നത്. അവിടുന്ന് കൊടുക്കുന്നത് പീസ് ആയിരിക്കും. പീസ് ഇൻ ഫിനാൻസ്, പീസ് ഇൻ ഫാമിലി, പീസ് ഇൻ ചിൽഡ്രൻസ് ലൈഫ്. നോക്ക്, അവിടുന്ന് മുഴുവൻ റിലീസ് ചെയ്യുന്നത് പീസായിട്ടായിരിക്കും കർത്താവ് റിലീസ് ചെയ്യുന്നത്. ആ പീസിന്റെ അകത്ത് എനിക്ക് വേണ്ട ഭൗതികം, എനിക്ക് വേണ്ട നന്മകൾ, പ്ലീസ് എന്റെ സമാധാനത്തിന് വേണ്ടത്, എന്റെ സന്തോഷത്തിന് വേണ്ടത്, എന്റെ ആരോഗ്യത്തിന് വേണ്ടത് എല്ലാം അതിന്റെ അകത്ത് എന്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. പ്ലീസ് പൗലോസ് പറയുന്ന പോലെ അത് ആർക്കെങ്കിലും ലഭിക്കാതെ പോയാൽ ഞാൻ ഭയപ്പെടുകയാണ്. കിട്ടാതെ പോയാൽ അവരുടെ അവിശ്വാസ നിമിത്തമാണ് പലർക്കും അത് കിട്ടാതെ പോയത്. വിശ്വസിച്ച നാം സ്വസ്ഥതയിൽ പ്രവേശിച്ചു. So let us pray. യേശുവേ സ്തോത്രം കർത്താവേ. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. അപ്പൊ ആ വചനം ഇരുവായ്ത്തലയുള്ള വാളായതുകൊണ്ട് അത് ഞങ്ങളുടെ സത്യമഞ്ചകളെ തുളച്ചു ചെല്ലുന്നതായതുകൊണ്ട്, ഹൃദയങ്ങളെ വിവേചിക്കുന്നതായതുകൊണ്ട് കർത്താവെ ഞങ്ങളോടത് സംസാരിക്കണമേ. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ
അവിശ്വാസം, പെറുപെറുപ്പ്, അസൂയ, പിണക്കം, ഹല്ലേലൂയ, കോപം, ക്രോധം, അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. കർത്താവിനെ വിശ്വസിച്ച് വചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കൂടുതൽ കൂടുതൽ വിശ്വസിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന ഓരോ മക്കളെയും തൊടണമേ. ആത്മാവിന്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ. അവരുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ വിശ്വസിക്കാനുള്ള ഒരു ഹൃദയത്തിന്റെ ആ നല്ല നിലം പോലെ അവരെ ആക്കി തീർക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് 100, 60, 30 മേനി ഫലം കായ്ച്ചെന്ന് പറയുന്നത് പോലെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ കർത്താവേ. കണ്ണിന് പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ചിലരെ, കണ്ണിന്റെ നെർവിന് പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുക. ആ ബ്ലഡ് സർക്കുലേഷൻ യേശുവിന്റെ നാമത്തിൽ തിരികെ വരട്ടെ. അത്ഭുതം നടക്കട്ടെ. ദൈവിക സാന്നിധ്യത്താൽ സ്വസ്ഥതയാൽ നിറയട്ടെ. ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സ്വസ്ഥതയോടെ ഉറങ്ങുവാൻ യേശുവിന്റെ നാമത്തിൽ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന ചില കാര്യങ്ങൾ അവരെ വിട്ടുമാറട്ടെ. അല്ല അസമാധാനങ്ങളും വിട്ടുമാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ കരം തൊടുന്നതിനായി സ്തോത്രം. ഓരോ ജീവിതങ്ങളെയും കർത്താവ് സ്പർശിക്കണമേ. എവിടെയെങ്കിലുമൊക്കെ അസമാധാനത്തിന്റെ ആത്മാവ് വാഴുന്നു എങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ഞങ്ങൾ ശാസിച്ച് ജീവിതങ്ങളിൽ നിന്ന് പുറത്താക്കുകയാണ്. കർത്താവിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരികമായ എന്തെങ്കിലും പ്രയാസത്തിൽ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെ എവിടെയാണോ പ്രയാസം, നിങ്ങളുടെ സ്വന്തം കൈ അവിടെ തന്നെ വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. വലിയൊരു ഹീലിംഗ് കർത്താവെ ഇപ്പോൾ തന്നെ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതകരമായ വഴി തുറക്കുന്നതിനായി സ്തോത്രം. ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിന്റെ അത്ഭുതകരം തൊടണമേ. ചില വഴികൾ സ്വർഗം തുറക്കുന്നതിനായി ആത്മാവിനെ കാണിക്കുന്നു. ജോലിയില്ലാത്ത ചിലരെ, വരുമാനങ്ങൾ അടഞ്ഞിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായ ചില വഴികൾ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നിറവിനോടും ക്രിസ്തുവിൽ നിന്ന് മക്കൾ നിറയട്ടെ. അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കണമേ. ദൈവശക്തിയാൽ നിറയപ്പെടട്ടെ. കർത്താവിന്റെ കൃപ ഓരോരുത്തരെയും കൂടെ വരട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്ദി അപ്പച്ച. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. റെസ്റ്റ് ഇസ് മോർ ദാൻ സ്ലീപ്പ്. നിങ്ങളെ ഉറക്കത്തെക്കാൾ വലുതാണ് റെസ്റ്റ്. ഉറങ്ങി നമുക്ക് ക്ഷീണിച്ച് എഴുന്നേക്കാൻ പറ്റും. ഉറങ്ങി എങ്ങനെയുണ്ടായിരുന്നു? ഉറങ്ങിയിട്ട് ഒരു സുഖം കിട്ടിയില്ല. ഉറങ്ങി ക്ഷീണിച്ച്. പക്ഷെ റെസ്റ്റ് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവം തരുന്നതാണ്. ആ റെസ്റ്റിന് തരാൻ മേലാത്ത എന്നാ തരാൻ മേലാത്തത് അതുപോലെയുള്ള ആശ്വാസവും അതുപോലെയുള്ള വിഷയം ഉള്ളപ്പോഴും കൊടുങ്കാറ്റുള്ളപ്പോഴും നമുക്ക് റെസ്റ്റ് എന്നാ പറ്റും? ആ പടകിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് റെസ്റ്റ്. ഏത് കൊടുങ്കാറ്റിന്റെ അകത്തും റെസ്റ്റിന് ഉറങ്ങാൻ പറ്റും. So God bless you. Have a wonderful day and share the video. So video share ചെയ്യണം. Let it be a blessing to many people. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. God bless you.